കാറ്റാടിക്കാടിന്റെ കൺമണിയായി തമ്പു ഉല്ലസിച്ച് നടക്കുകയാണ്. അവന്റെ കുട്ടിക്കുറുമ്പും കൂടി വരുന്നുണ്ട്. ചിത്രശലഭങ്ങളെ പിന്തുടരുന്നതും നദിയിൽ മുങ്ങിപ്പൊങ്ങുന്നതും കാട്ടിലാകെ ഓടി നടക്കുന്നതുമെല്ലാം തമ്പുവിന്റെ ഇഷ്ടവിനോദങ്ങളാണ്. ഒറ്റയ്ക്ക് ദൂരെയൊന്നും പോകരുതെന്ന് അമ്മ പലകുറി പറഞ്ഞാലും തമ്പു കറങ്ങിത്തിരിഞ്ഞ് പല വഴി പോകും. ഒരു ദിവസം വൈകുന്നേരം പുഴക്കരയിൽ നിന്നും വെള്ളമെല്ലാം കുടിച്ച് കറങ്ങിത്തിരിഞ്ഞ് നടക്കുകയായിരുന്നു തമ്പു. പെട്ടെന്നാണ് സൂര്യൻ അസ്തമിക്കാറായത്. പോക്കുവെയിലിന്റെ കിരണങ്ങൾ അവന്റെ ദേഹത്ത് വീണു. അപ്പോൾ തമ്പു വിചിത്രമായ എന്തോ ഒന്ന് ശ്രദ്ധിച്ചു. അവന്റെ ശരീരത്തിൽ നിന്നും നീളമുള്ള ഒരു രൂപം പ്രത്യക്ഷപ്പെടുന്നു. അത് ഉയരമുള്ള ഒരു ആനയെപ്പോലെ തോന്നിപ്പിച്ചു. എന്നാൽ തമ്പു ചുറ്റും നോക്കിയിട്ടും ആനയെ കാണാൻ കഴിഞ്ഞില്ല. തമ്പു ഓടിയപ്പോൾ ആ രൂപം തമ്പുവിനെ പിന്തുടർന്നു. അയ്യോ വേണ്ട, എന്നെ പിടിക്കല്ലേ! തമ്പു അലറി. പുഴക്കരയിലൂടെ അവൻ ഓടുമ്പോഴെല്ലാം ആ കറുത്ത രൂപം അവനൊപ്പം വരുന്നത് മണ്ണിൽ അവൻ തെളിഞ്ഞു കണ്ടു. ഭയന്ന് വിറച്ച തമ്പു തത്തകളുടെ അടുത്തേക്ക് ഓടി. അയ്യോ തത്തപ്പെണ്ണെ, ഒരു വലിയ ആന എന്നെ പിന്തുടരുന്നു, എന്നെ സഹായിക്ക്, എന്നെ അതിപ്പോ പിടിക്കും. അവൻ ദയനീയമായി കരഞ്ഞുകൊണ്ട് തത്തയുടെ പൊത്തിന് കീഴെ കണ്ണുകൾ അടച്ചു നിന്നു. തമ്പുവിന്റെ കരച്ചിൽ കേട്ട് പേടിയോടെ പുറത്തെത്തിയ തത്തക്കൂട്ടം അടുത്ത നിമിഷം പൊട്ടിച്ചിരിച്ചു. തത്തകൾ ചിരിക്കുന്നത് കണ്ട് തമ്പുവിന് സങ്കടമായി. അവന്റെ കണ്ണുകൾ നിറഞ്ഞു. തമ്പു കരയുന്നത് കണ്ടപ്പോൾ തത്തമ്മ അവന്റെ അടുത്തെത്തി പുറത്തിരുന്നു കൊണ്ട് പറഞ്ഞു, തമ്പുകുട്ടാ, നീ ഇങ്ങനെ ബഹളം വെക്കല്ലേ, അത് നിന്റെ നിഴല് മാത്രമാണ്. തമ്പുവിന്റെ കരച്ചിൽ കേട്ട് ഓടി വന്ന ചിന്നുമാനും പൊട്ടിച്ചിരിച്ചു. തമ്പു, സൂര്യൻ അസ്തമിക്കുമ്പോൾ രശ്മികൾ വീണ് രൂപപ്പെടുന്ന നിന്റെ നിഴലാണ് നീ കണ്ടത്. വൈകുന്നേരങ്ങളിൽ നിഴലിന് നീളം കൂടും, അല്ലാതെ പേടിക്കാനായി ഒന്നുമില്ല. തത്തമ്മയും ചിന്നുമാനും പറയുന്നത് കേട്ട് തമ്പു തലയാട്ടി. കുംഭകുളിക്ക് തന്റെ മണ്ടത്തരമോർത്ത് പൊട്ടിച്ചിരിച്ചു. ധൈര്യത്തോടെ അവൻ താൻ കണ്ട രൂപത്തെ നോക്കി തുമ്പിക്കൈ പൊക്കി. അപ്പോൾ ആ രൂപവും തുമ്പിക്കൈ പൊക്കി. പിന്നീട് തമ്പു ചെവികളാട്ടി. രൂപവും അതുപോലെ ചെവികളാട്ടി. അതോടെ തമ്പു വീണ്ടും ചിരിച്ചു. ഓ, ഞാൻ തന്നെ ആയിരുന്നല്ലേ ഇത്! നിഷ്കളങ്കമായ ആ ചോദ്യം കേട്ട് കാട്ടിലെ മൃഗങ്ങളെല്ലാവരും പൊട്ടിച്ചിരിച്ചു. അങ്ങനെ തമ്പു വീണ്ടും തന്റെ കുംഭകുലിക്കുള്ള യാത്ര തുടർന്നു. അപ്പൊ കൂട്ടുകാരെ, ഇന്നത്തെ കഥ ഇഷ്ടമായോ? ഈ കഥയുടെ ഗുണപാഠം എന്തെന്നറിയാമോ? ചിലപ്പോൾ നമ്മൾ ഭയപ്പെടുന്നത് നമ്മുടെ ഭാവനയിൽ മാത്രമായിരിക്കും. നമ്മൾ അതിനെ ധൈര്യത്തോടെ നേരിട്ടാൽ അത് രസകരമായ ഒരു അനുഭവമായി മാറും. മനസ്സിലായോ? അടുത്തയാഴ്ച മറ്റൊരു കഥയുമായി വീണ്ടും കാണാം.